ഊതുന്ന കണ്ടാ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ വലിയ മത്സരം നടക്കാൻ പോവേന്ന്. എന്നാ അല്ല, ഞാനിവിടെ വന്നപ്പോ ഒരു കുന്തളിപ്പ് കാണിച്ചാൽ നിങ്ങൾ കണ്ടായിരുന്നോ? ആ കുന്തളിപ്പിന്റെ പട്ടി അണയ്ക്കുന്ന അണക്കുള്ള അണപ്പ് മാറ്റാനാണ് ഞാൻ ഈ കിടന്ന് ഊതുന്നത്. അവൻ ഇതുവരെ വന്നില്ലല്ലേ, അവനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ എടാ, ഞാനായത് വാട്ടർ ഫീറ്റർ. എടാ, നിനക്ക് നീന്തൽ പഠിക്കണം എന്നുള്ളത് എന്റെ ആവശ്യമാണോ അതോ നിന്റെ ആവശ്യമാണോ? നിനക്ക് ഇവിടെ നേരത്തെ വന്നൂടെ? എടാ, നീ എന്നെ കണ്ട് പടി. ഇവിടെ 1.5 മണിക്കൂറാണ് ഞാൻ കിടന്ന് നീന്തിയത്. ജലപാനം പോലും എടുത്തിട്ടില്ല. ശരി ശരി, ആ പെട്ടതാ ഇങ്ങോട്ട്. എത്ര ദിവസം ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുവോ എന്തോ. ഏതാണ്ട് തമിഴ്നാട് മന്ത്രി നീന്തൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. വണക്കം. വണക്കവാ? ഗുഡ് മോർണിംഗ് വാട്ടർ ഹീറ്റർ സാർ. നീയായിരുന്നാ? ഗുഡ് മോർണിംഗ് വാട്ടർ ഹീറ്റർ സാർ. വാട്ടർ ഹീറ്റർ അല്ല, വാട്ടർ ഹീറ്റർ സാർ. നീ എവിടെയായിരുന്നടാ ഇത്രയും ദിവസം? നീന്തൽ പഠിക്കണമെന്നുള്ള നിന്റെ ആവശ്യമല്ലേ? നിന്റെ അച്ഛൻ എന്തിനാണ് നിന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയത്? നിനക്ക് വെള്ളത്തിനോടുള്ള പേടി മാറ്റേ. അതെ. നിന്റെ പേരെന്തായിരുന്നടാ? കിടപ്പാടൻ ജോയ്. സഹോറിന്റെ ബാങ്കിലോടാ വെച്ചേ? കിടപ്പാടം പോയെന്ന്. കിടപ്പാടം പോയെന്നല്ല, കിടപ്പാടൻ ജോയ് എന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. What did you call? ആശാനെന്നോ? Call me sir. Okay? Okay sir. Sir. അതായത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഈ സംശയം ചോദിക്കുന്ന കുട്ടികളുടെ വളർച്ചയുടെ അർത്ഥമാണത്. ആണോ? അതായത് നീന്തൽ അറിയാത്ത ഒരാൾ വെള്ളത്തിൽ വീണാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നിസ്സാര ചോദ്യമല്ലേടാ. ഒരു ട്യൂബ് ഇട്ടങ്ങ് കൊടുത്താ മതി. വെള്ളത്തിലോ? വീട്ടില്. പിന്നെ 16ലെ ചടങ്ങ് കഴിഞ്ഞിട്ട് ട്യൂബ് ഊരിക്കൊണ്ട് പോവാവൂ. അല്ല സാറേ, സാറിന്റെ ഗുരു ആരായിരുന്നു? എന്റെ അച്ഛനായിരുന്നു എന്റെ ഗുരു. കേട്ട് കാണും, ആറ്റുവാള സൂര്യ. കേട്ടിട്ടുണ്ട്, തിന്നിട്ടുണ്ട്. എന്തോന്നു? ആറ്റുവാളയും ചൂരയും. എടോ, ഞാൻ അതാണാടാ പറഞ്ഞേ. എന്റെ അച്ഛന്റെ പേരാണ് ആറ്റുവാള സൂര്യ. ഓ, എന്നിട്ടിപ്പോ അച്ഛനെവിടെ? എന്റെ അച്ഛനുണ്ടല്ലേ, വെള്ളത്തിലോട്ട് ഇറക്കിയ ഷൂ എന്നും പറഞ്ഞോണ്ടാണ് പോണത്. എന്നിട്ട് ഒരു കർക്കിടക ദിവസം എന്റെ അച്ഛൻ വെള്ളത്തിലോട്ട് ഇറങ്ങി ഷൂ എന്നും പറഞ്ഞോണ്ട് പോയതും പിന്നെ അച്ഛൻ ആരും കണ്ടിട്ടില്ല. പുല്ലിനെ ആരാലും പിടിച്ച് കറി വെച്ച് കാണും. അപ്പൊ നമുക്ക് തുടങ്ങാലോ. തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ നീന്തി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് വെള്ളവുമായിട്ടൊരു ബന്ധം വേണം എന്നും പറഞ്ഞ് നമുക്ക് വെള്ളത്തിനെ കയറി കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇതെന്തിനാന്നറിയാവോ? ഈ മാട്ട സാധനത്തിനുള്ളത്. അവസാനം ഇതിനുള്ള കമന്റ്സ് ഒക്കെ കിട്ടുമ്പോ ഒറ്റയ്ക്ക് മേടിച്ചോണേ. സാറിന് നീന്താനൊക്കെ അറിയാവോ? നീന്താൻ അറിയാവോന്നോ? രാജ്യാന്തര നീന്തൽ മത്സരം എവിടെ വെച്ചാ നടന്നേ? തോട്ടാപ്പള്ളി ഡാമില്. അവിടെ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചത് ആരാ? ഞാൻ. ആണോ? സത്യം പറയാ, ഞങ്ങള് 4 പേരായിരുന്നു. ഞാൻ ഇന്ത്യക്കും ബാക്കി 3 പേര് വേറെ ഏതോ രാജ്യങ്ങൾക്ക് വേണ്ടി മത്സരിച്ച്. ആ സമയത്ത് ഞാനിങ്ങനെ നീന്തി 1ാം സ്ഥാനത്തിൽ പൊക്കോണ്ടിരിക്കുമ്പോ നമ്മുടെ സർക്കാരും ജലവകുപ്പ് മന്ത്രിയും കൂടെ എന്നെ അങ്ങ് ചതിച്ച്. ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവല്ലേ, അപ്പൊ ഏതോ ഒരു മെനകെട്ടവൻ ചെന്ന് ഡാമിന്റെ ഷട്ടർ അങ്ങ് തുറന്നു കൊടുത്തു. പിന്നെ കണ്ണുറന്നപ്പോ ഞാൻ കാണുന്നത് എന്തോന്നറിയാവോ? എന്റെ പെണ്ണുമ്പോൾ ഒരു ചോറ്റുപാത്രം കഞ്ഞിയുമായിട്ട് നിൽക്കുന്നത്. പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കഞ്ഞിയല്ല പിസ കൊണ്ടുവരുവോടാ. എടാ, തോട്ടപ്പള്ളി ഡാമിന്ന് നീന്തി തുടങ്ങിയ ഞാൻ നീന്തി തീർന്നത് അങ്ങ് അറബിക്കടലില്. പിന്നെ ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ആശുപത്രി വരെ എത്തി. അല്ലേ, നമുക്ക് തുടങ്ങാം നീന്തല്. തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് വാമപ്പ് ചെയ്യാം. ഇല്ലടാ. പിന്നെ ആ പെങ്കത്ത് എനിക്ക് പ്രേമലേഖനം തന്നു. പ്രേമലേഖനമോ? പ്രേമലേഖനം അല്ല, പ്രേമലേഖനം. ഞാൻ ഒന്ന് വായിക്കട്ടെ. ഞാൻ മരിക്കാൻ പോവുകയാണ്. എന്റെ മരണത്തിന് കാരണക്കാരായവർ എന്റെ വീട്ടുകാരാണ്. ചെന്ന് കയറി പിടിയടാ പെങ്കൊച്ചിനെ. അയ്യോ, പെണ്ണുമ്പളെ താഴ്ത്തിറങ്ങാൻ കൂട്ടെ. അത് പറ, ഇപ്പോഴല്ലേ മനസ്സിലായത്? തോന്നു ഇത് ആശാന്റെ ഭാര്യയാ. എന്താണ് അങ്ങനെ വെച്ചേ? പിന്നെ പെണ്ണുമ്പിള്ള ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. നീന്തല് പഠിപ്പിക്കുന്ന വെള്ളത്തിൽ മുക്കി ഞാൻ കൊല്ലും നിന്നെ. അതാണോ ഞാൻ പറഞ്ഞേ? അവളെ പിടിച്ചിട്ട്
ഇത്തിരി താഴോട്ട് ഇറക്കാം. നമ്മളിപ്പോ എന്തോ ചെയ്യൂടാ? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്തോ ഐഡിയ? ഞാൻ രാവിലെ കഴിക്കാൻ വേണ്ടി പുട്ടും പഴം കൊണ്ടുവന്നായിരുന്നു. പഴം കാണിച്ച് നമുക്ക് ഇറക്കിയാലോ? പഴം കാണിച്ചിറക്കായത് മൃഗശാലയിലെ കൊരങ്ങല്ലടാ, പട്ടി. എന്റെ പൊന്നൂ, എന്റെ അടുത്തോട്ട് വരല്ലേ. ഞാൻ ചാടും, ഞാൻ ചാടും, ചാടും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചാടും. മോളെ ചാടരുത്, മോളെ ചാടരുത്. മരണം ഒന്നിനും ഒരു പലഹാരമല്ല. എടോ ഉണ്ട ശർക്കര, പലഹാരമല്ല പരിഹാരം. അല്ല സാറേ, പരിഹാരം. എന്റെ ചരണില്ലാത്ത ലോകത്തെനിക്ക് ജീവിക്കാൻ വയ്യ. മക്കളെ, മക്കള് താഴോട്ടിറങ്ങി മക്കളെ ചരണിനി എന്താണ് സംഭവിച്ചതെന്ന് എന്റെ അടുത്തൊന്ന് പറ. നമ്മളതിന് പരിഹാരം കാണും. ഞാൻ താഴോട്ട് വരൂല, ഇവിടെ നിന്ന് പറയാം. എന്നാ അവിടെ നിന്നൊന്ന് മൊഴി. ഇന്നലെ രാത്രി വരെ നമ്മൾ ഒരുമിച്ച് കഴിച്ചും ഒരുമിച്ച് കിടന്നവരായിരുന്നു നമ്മൾ രണ്ടുപേരും. ഇന്ന് രാവിലെ നോക്കിയപ്പോ ഞാൻ ചരണ്ട കാണാനില്ല. എല്ലാടോ നോക്കിയാർന്നോ? എല്ലായിടും നോക്കി, പക്ഷെ അവിടെയൊന്നും ഇല്ല. എല്ലാ മുറികളും നോക്കിയാർന്നോ? എല്ലാ മുറികളും നോക്കി, പക്ഷെ അവിടെയൊന്നും ഇല്ല. വീട്ടിന്റെ ചുറ്റും നോക്കിയാർന്നോ? വീടിന് ചുറ്റും നോക്കി, അവിടെയും ഇല്ല. സാറേ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? കരയുണ്ട്. ആ കൊച്ചിനെ പിടിച്ചിറക്കാൻ നോക്ക് നിങ്ങള്. നീ അങ്ങോട്ട് നോക്കിയിട്ട് കുട്ടി പറ്റത്തില്ല. ഇങ്ങോട്ട് മാറിയില്ല. അതായത് കുട്ടിയുടെ ശരൺ ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ട് അവനെ ഞാൻ കണ്ടുപിടിച്ച് കുട്ടിക്ക് കൊണ്ടു തരും. ഈ ഉലകം ഞാൻ കുട്ടിക്ക് വേണ്ടി ചുറ്റും. പെറ്റ തള്ള ഇത്തിരി റേഷൻ കടയിൽ പോകാൻ പറഞ്ഞ വയ്യാത്തവനാണ്. ഒരു പെണ്ണിന്റെ കണ്ണിന് 2 തുളി വേണപ്പം അവ ഉലകം ചുറ്റാൻ പോണെന്ന്. ഉലകം ചുറ്റാൻ നീ ആരോടാ? കൊളാമ്പസാ? കുട്ടിയുടെ ശരനെ കണ്ട എങ്ങനെ തിരിച്ചറിയാം? അവൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയും. അവന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാന്ന് പറയും. മൂക്കിന്റെ തുമ്പത്തും ഒരു നല്ല കറുത്ത മറുകൊണ്ട്, പിന്നെ നല്ല വെളുത്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നല്ല കുഞ്ഞി കണ്ണ. ഇതെല്ലാവർക്കും ഉള്ള ലക്ഷണങ്ങളല്ലേ, വേറൊന്നുമില്ലേ? പിന്നെ വാലിന്റെ മൂട്ടില് ഒരു ചെറിയൊരു മറുകൊണ്ട്. അത് പറ, ഇപ്പോഴല്ലേ സംഭവം മനസ്സിലായേ? വ്യത്യസ്തമായിട്ടൊരു സാധനം കൊച്ചിനുണ്ട്. വാലിന്റെ തുമ്പ. കാലിന്റെ തുമ്പേ? എന്തായിരുന്നു? വാലിന്റെ തുമ്പത്തൊരു ചെറിയ മറുകൊണ്ട്. അപ്പൊ ഈ ശരൺ എന്റെ പെറ്റ ഏതാണ്ട് പട്ടികത്തിലായി കൊച്ചു ചാവാൻ വന്നിരിക്കുന്ന. പുല്ലിനെ വെള്ളത്തിലിട്ട് അത് വെള്ളം കുടിച്ച് ചാവട്ടെ അതങ്ങ്. ഒരു പട്ടി വായനാണ് അവളിങ്ങനെ ഇത്രക്ക് ഓസ്കാർ അഭിനയം കാണിച്ചത്. ഇല്ല, ഞാൻ ചാടും, സത്യമായിട്ട് ഞാൻ ഇപ്പൊ ചാടും. എന്തായാലും അവളെ പിടിച്ച് താഴോട്ടിറക്ക്. അവളെങ്ങാനും ചാടിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അകത്ത് കിടക്ക്, തൂക്കേറി കയറും. ഒരു ഐഡിയ ഉണ്ട്. നീ അവളടുത്ത് ചെന്ന് എന്തെങ്കിലും ഒക്കെ കാണിച്ച് അവളെ ശ്രദ്ധ അങ്ങ് തിരിക്കണം. ഞാൻ ആ സമയത്ത് പുറകെ കൂടെ ഒന്ന് അവളെ പിടിച്ച് താഴോട്ടിടാം. താഴോട്ടിടുവോ? ഓക്കെ, സെറ്റാണ്. ഓക്കെ, സെറ്റ്. കുട്ടി, മരണം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന്. ഇല്ല, ഞാൻ ഇപ്പൊ ചാടും, സത്യമായിട്ട് ഞാൻ ഇപ്പൊ ചാടും. കുട്ടി, അവനെ നമുക്ക് കിട്ടും. കൊച്ചിങ്ങോട്ട് താഴോട്ട് ഇറങ്ങണം. ടൈമിങ് തെറ്റിച്ചല്ലടാ പട്ടി. വെള്ളത്തിൽ വീണ കുഴപ്പമില്ല, ചാമ്പ്യനാണ്. കൊച്ചിനെ അറിയാത്തോണ്ടാ. കണ്ടാ, ജയ് ജയ് എന്ന് വിളിക്കുന്ന കണ്ടാ? അയ്യോ, ജയ് ജയ് എന്ന് വിളിച്ചാൽ ആരുടെ പേര് വിളിച്ചതാ? എന്നെയാണോ? 108 വിളിവിളി. 108 വിളിവിളു. 108 വിളിവിളി. എന്തിനാണ് ഈ 108 വിളിവിളി? എടാ, 108 വിളിവിളി. എന്റെ സാറേ, നേരിട്ട് നിങ്ങൾക്ക് പറയാനുണ്ട്. അത് നിന്ന് പറഞ്ഞിട്ട് പോവും. പറഞ്ഞിട്ട് പോവാൻ ഞാൻ ഊട്ടി അയ്യോ, എങ്ങനെ രക്ഷപ്പെടുത്താനോ? പാവം. കയറവിടെ ഉണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞ എന്റെ സാറിനെ വിളിച്ചു കയറ്റാനാ. ഇതേതാടി ആഫ്രിക്കക്കാരൻ? മനസ്സിലായില്ല. ആഫ്രിക്കന്മാര് തലേ വെച്ചോണ്ട് വന്നേക്കുന്നു. എടാ, ഇത് ഞാനാടാ നിന്റെ സാറ്. സാറ് തന്നെ നീന്തി കയറാന്. എടാ, എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ മാത്രമേ നീന്ത അറിയത്തുള്ളൂ. വരവരെയല്ലേ വെള്ളമുള്ളൂ. എന്നിട്ടാണോടാ ഈ കപ്പൽ പോകുന്ന കാലി എന്നെ നീ കൊണ്ടുവന്ന് നീന്തൽ പഠിപ്പിക്കാൻ വന്നത്? അതിവേ, നീ അങ്ങോട്ട് ചെന്ന് നീന്തൽ പഠിച്ചിട്ട് നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വാ. ഇതൂടെ പിടിച്ചോ, നീന്തി ചേരിക്കോടെ.